ഓക്കെ, അപ്പോൾ നമ്മൾ എസ് മൈം ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് മൈം എന്ന് പറയുന്നത് സെക്യൂർഡ് മൈമാണ്. ഓക്കെ, ഓൾറെഡി ദർ എക്സിസ്റ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് മൈം, മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓൾറെഡി നമ്മുടെ മെയിൽ ട്രാൻസ്ഫേഴ്സ് പോസിബിൾ ആക്കാൻ വേണ്ടി എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മനസ്സിലായി മൈമിൽ സെക്യൂരിറ്റി കൺസെപ്റ്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല അല്ലേ. സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുന്നോട്ട് വന്നത്, എന്തിനെ പ്രപ്പോസ് ചെയ്തത്, എസ് മൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് മൈമിനകത്തും തീർച്ചയായിട്ടും സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാകണം. ഓക്കെ, അപ്പം അത് ഏതൊക്കെ ടൈപ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ വേരിയസ് കണ്ടന്റ് ടൈപ്സ് ഓഫ് എസ് മൈം. ഓക്കെ, അപ്പം നമ്മൾ ചെറുതായിട്ട് ബ്രീഫായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ആർ ദ വേരിയസ് കണ്ടന്റ് ടൈപ്സ് ഓഫ് എസ് മൈം. അതിൽ ഫസ്റ്റ് വൺ എൻവലപ്ഡ് ഡേറ്റയാണ്. അതായത് എൻവലപ്ഡ് ഡേറ്റയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, എൻകോഡഡ് മെസ്സേജും ഉണ്ട്, എൻകോഡഡ് കീയും ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് നമ്മുടെ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻകോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഓൾ കീസ് ആർ യൂസ് ഇൻ ഓർഡർ ടു ഡു ദ പ്രോസസ്സിങ് ഓഫ് ദ മെസ്സേജ്. ആ കീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി വിൽ ബി യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സെഷൻ കീസ് ആസ് വെൽ ആസ് ദ പബ്ലിക് കീ ഓഫ് ദ റിസീവർ. ഓക്കെ, ഞാൻ നോക്കിയേ, കെ എസ് എന്ന് പറയുന്ന സെഷൻ കീ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കീയെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ സെഷൻ കീ സെക്യൂർഡ് അല്ല എന്നൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സെഷൻ കീയെ ഏതിൻ്റെ സഹായത്തോടു കൂടി എൻക്രിപ്റ്റ് ചെയ്ത് ഭദ്രമായി സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ദ റിസീവേഴ്സ് പബ്ലിക് കീ. അപ്പോൾ സെഷൻ കീയും സെക്യൂർഡ് ആണ്. ഓക്കെ, അതിനുശേഷം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവരൊരു ബ്ലോക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലോക്ക് ഓഫ് ഇൻഫോർമേഷൻ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഫോർ ഈച്ച് ആൻഡ് എവറി റിസീവർ. മനസ്സിലാവുന്നുണ്ടോ? ഈ എൻവലപ്ഡ് ഡേറ്റ എന്താണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ എൻവലപ്ഡ് ഡേറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഫോർ ഈച്ച് ആൻഡ് എവറി റിസീവർ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഉൾക്കൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബ്ലോക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഓക്കെ, റിസീവറിന് വേണ്ട ഇൻഫോർമേഷൻ എന്നൊരു ബ്ലോക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലോക്കിനകത്ത് വരുന്ന ഫീൽഡുകൾ എന്തൊക്കെയാണ്, തീർച്ചയായിട്ടും എന്ത് വേണം, അൽഗോരിതംസ്. ദാറ്റ് മീൻസ് നമ്മൾ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു, ശരിയല്ലേ? സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഈ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് അൽഗോരിതം യൂസ് ചെയ്താണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്, ആ അൽഗോരിതത്തിൻ്റെ കറസ്പോണ്ടിങ് ID മനസ്സിലാവുന്നുണ്ടോ? അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ബ്ലോക്ക് ഓഫ് റെസിപ്പിയൻറ്റ് ഇൻഫോർമേഷൻ എന്ന പേരുള്ള ബ്ലോക്കിനകത്ത് എന്ത് ഫീൽഡ് ഉണ്ടാവണം, നിങ്ങൾ ഏത് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ID ഉണ്ടാവണം. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ ഈ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പബ്ലിക് കീ ഓഫ് ദി റിസീവർ യൂസ് ചെയ്ത്, അതെങ്ങനെയാണെന്നുള്ളതും പറയണം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ID ഓഫ് പബ്ലിക് കീ ഓഫ് റിസീവർ സർട്ടിഫിക്കറ്റ്, അതായത് തീർച്ചയായിട്ടും പബ്ലിക് കീ ഓഫ് ദ റിസീവർ വെച്ചിട്ടാണ് നിങ്ങൾ സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈ റിസീവർ ജെന്യുവൻ പേഴ്സൺ ആണ് എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റിൻ്റെ IDയും വേണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇൻഫോർമേഷൻ ആയിരിക്കണം റെസിപ്പിയൻ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനകത്ത് ഉണ്ടാകേണ്ടത്. അപ്പോൾ എൻവലപ്ഡ് ഡേറ്റ എന്താണെന്ന് മനസ്സിലായി, എൻവലപ്ഡ് ഡേറ്റയിൽ എന്തൊക്കെയുണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അതിനെ ബേസ് ചെയ്ത് റെസിപ്പിയൻ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകേണ്ട അത്യാവശ്യം ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് നോക്കാനുള്ളത്, തീർച്ചയായിട്ടും അറിയാമല്ലോ, റിസീവർ സൈഡിൽ സെൻഡർ സൈഡിൽ എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ സെഷൻ കീയും ഒക്കെ എൻക്രിപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ തിരിച്ച് റിസീവർ സൈഡിൽ എങ്ങനെയാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, സെൻഡർ സൈഡിൽ എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് കീ വെച്ചിട്ടായിരിക്കും റിസീവർ സൈഡിൽ ഡീക്രിപ്ഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതറിയാമല്ലോ. ദാറ്റ് മീൻസ് പബ്ലിക് കീ വെച്ചിട്ടാണ് സെൻഡർ സൈഡിൽ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിൽ റിസീവർ സൈഡിൽ റിസീവറിൻ്റെ തന്നെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തോളും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സൈൻഡ് ഡേറ്റയാണ്. ഓക്കെ, ഈ സൈൻഡ് ഡേറ്റയുടെ പ്രത്യേകത എന്താണ്, ഞാൻ പറഞ്ഞു നമുക്ക് മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്, സിഗ്നേച്ചറിനാണ് മുൻഗണന. ദാറ്റ് മീൻസ് വി ആർ ഹിയർ ടു പ്രൂവ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദ പീപ്പിൾ അല്ലേ. നമുക്ക് നേരത്തെ ഓതൻറ്റിസിറ്റിയുടെ കാര്യമൊന്നും പറയുന്നില്ല, സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമൊന്നും എൻവലപ്ഡ് ഡേറ്റയിൽ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, സിഗ്നേച്ചർ വഴി ഓതൻറ്റിസിറ്റി ഓഫ് ദ പീപ്പിൾ എൻഷുർ ചെയ്യണം. സെൻറ്ററാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്, സെൻറ്ററിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്ക് പ്രൂവ് ചെയ്യണം
അല്ലേ? അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? അൽഗോരിതം ഉണ്ടാവും. എന്തിനു വേണ്ടി? ഒരു സൈൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ദാറ്റ് മീൻസ് യു ക്യാൻ ഐദർ യൂസ് എ കൺസെപ്റ്റ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ്. ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഷാ അൽഗോരിതം യൂസ് ചെയ്തോ, MD5 അൽഗോരിതം യൂസ് ചെയ്തോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർഷൻ ഓഫ് ഹാഷ് ഫംഗ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് ഷാ തന്നെ പല വേർഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ MD5 തന്നെ MD4ഉം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അൽഗോരിതം യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സിഗ്നേച്ചറിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് സൈൻഡ് ഡേറ്റ വെച്ച് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ സിഗ്നേച്ചറിനാണ് നിങ്ങൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നേച്ചർ ഇറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ്. സോ ഇഫ് യു വോണ്ട് ടു പ്രൊട്ടക്റ്റ് യുവർ സിഗ്നേച്ചർ ഫ്രം ദ അറ്റാക്കേഴ്സ് യു നീഡ് ടു എൻക്രിപ്റ്റ് യുവർ സിഗ്നേച്ചർ. ആ സിഗ്നേച്ചറിന് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? സെൻറ്ററിൻ്റെ തന്നെയല്ലേ സിഗ്നേച്ചർ. അപ്പോൾ സെൻറ്ററിൻ്റെ സിഗ്നേച്ചറിന് എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും? സെൻറ്ററിൻ്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്ലോക്കാണ് സൈനർ ഇൻഫോ. അപ്പോൾ എൻവലപ്ഡ് ഡേറ്റയിലാണെങ്കിൽ റെസിപ്പിയൻ്റ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാക്കുമായിരുന്നു. ആ ബ്ലോക്കിൽ അത്യാവശ്യം അടങ്ങുന്ന ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഇവിടെ നമ്മൾ സെക്കൻഡ് കേസിൽ സൈൻഡ് ഇൻഫോ എന്ന് പറയുന്ന സൈനർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്കായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടാവും? സൈനറിൻ്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ബിക്കോസ് സെൻഡറിൻ്റെ തീർച്ചയായിട്ടും എന്താ, സെൻഡറാണ് സൈനർ അല്ലേ? സെൻഡറാണ് സൈൻ ചെയ്ത് വിടുന്നത്. സെൻഡറിൻ്റെ ഓതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്ന രീതിയിൽ സെൻഡറാണ് സൈൻ ചെയ്ത് വിടുന്നത്. അപ്പോൾ സൈനറിൻ്റെ ഈ പറയുന്ന പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് വേണം. എന്തുകൊണ്ട്? സെൻഡർ തന്നെയാണ് സൈനർ, മനസ്സിലായി? സെൻഡർ തന്നെയാണ് സൈൻ ചെയ്ത് വിടുന്ന സൈനർ. അപ്പോൾ സൈനർ ഈ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുമ്പോൾ തീർച്ചയായിട്ടും പബ്ലിക് കീയുടെ സഹായത്തോടു കൂടിയായിരിക്കും റിസീവർ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? സെൻഡറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സെൻഡർ സൈന് ജനറേറ്റ് ചെയ്ത് സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട്, സെൻഡറിൻ്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് വിടുമ്പോൾ റിസീവർ സെൻഡറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് ആയിരിക്കും ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും? റിസീവറിന് അയച്ചു കൊടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ID ഓഫ് ദ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. നമ്മളിവിടെ ഏതൊക്കെ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ അൽഗോരിതം ഏതാണ്? സൈൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം. ദാറ്റ് മീൻസ് ഷാ അൽഗോരിതമോ MD5 പോലുള്ള അൽഗോരിതമോ യൂസ് ചെയ്ത് നമ്മൾ സൈൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അൽഗോരിതത്തിൻ്റെ ഐഡൻറ്റിഫയർ വേണം. ഇനി അടുത്തത് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് ആയ സിഗ്നേച്ചറിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫയർ. സോ വാട്ട് ഓൾ അൽഗോരിതംസ് യു ആർ അഡോപ്റ്റിംഗ് ഫോർ ദിസ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, അതിൻ്റെ എല്ലാം ID വാല്യൂ നമുക്ക് വേണം. ഓക്കെ, ID ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. വൺ ഫോർ ക്രിയേറ്റിംഗ് ദ സിഗ്നേച്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഫോർ എൻക്രിപ്റ്റിംഗ് ഓർ ഫോർ പ്രൊട്ടക്റ്റിംഗ് യുവർ സിഗ്നേച്ചർ. ദാറ്റ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻക്രിപ്ഷൻ പ്രോസസ് വിച്ച് ഇസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ, അപ്പോൾ ആ രണ്ടിൻ്റെയും ID വേണം. ഓക്കെ, അടുത്തത് മെസ്സേജ് ഡൈജസ്റ്റിനെ എങ്ങനെയാണ് നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത് അതും പറഞ്ഞേക്കുക. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് അടങ്ങുന്നതായിരിക്കും സൈനർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ കേസ് വെൻ യു ആർ അഡോപ്റ്റിംഗ് മെത്തേഡ്സ് സോ ആസ് ടു പ്രൊട്ടക്റ്റ് യുവർ സിഗ്നേച്ചർ ഫ്രം അറ്റാക്കേഴ്സ്. അതാണ് സൈൻഡ് ഡേറ്റ. ഓക്കെ, ഇനി റിസീവർ സൈഡിൽ തിരിച്ച് ചെയ്യുന്നത് അറിയായിരിക്കുമല്ലോ. ഓക്കെ, നമ്മൾ റിസീവർ സൈഡിൽ എങ്ങനെയാണ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ ആസ് ദാറ്റ് വിച്ച് ഇസ് ഡൺ ഇൻ ദ സെൻഡർ സൈഡ്, അത്രയേ ഉള്ളൂ. ഇനി ക്ലിയർ സൈൻഡ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡേറ്റയെ, നിങ്ങളുടെ മെസ്സേജ് കണ്ടൻറ് എന്താണോ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. Okay, and not at all giving much security concern to your data or the message whatever is sent through the mail. Okay, mail വഴി സെൻഡ് ചെയ്യുന്ന ആ മെസ്സേജസിന് സെക്യൂരിറ്റി കൺസേൺസ് ഒന്നും നിങ്ങളെ ബോദർ ചെയ്യുന്നില്ല. ബിക്കോസ് യു ഇറ്റ് സെൽഫ് നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് റിക്വയറിങ് ഹൈ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, അത്രയും സീക്രസി ഉള്ള മെസ്സേജസ് അല്ല നിങ്ങൾ മെയിൽ വഴി അയക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു എൻക്രിപ്റ്റ് യുവർ ഡേറ്റ. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് സിൻസ് യു ആർ ഡൂയിങ് ദ സൈനിങ് പ്രോസസ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ മെസ്സേജ് സൈൻ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ സൈൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുവഴി അത് വെച്ച് ഒരു അറ്റാക്കറും അതിനെ മിസ്യൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് സൈൻ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് എന്ത്? ക്ലിയർ സൈൻഡ് ഡേറ്റ. ക്ലിയർ എന്ന് പറഞ്ഞാൽ മെസ്സേജാണ് ക്ലിയർ. ദാറ്റ് മീൻസ് മെസ്സേജിന് ഒരു രീതിയിലും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്നില്ല. സൈൻ ഡേറ്റ ഉണ്ട്. ദാറ്റ് മീൻസ് സൈനിനെ നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് നോർമൽ പ്രോസസ്സ് വഴി തന്നെ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമുക്ക് രണ്ട് പാർട്സാണ് ശരിക്കും ഈ പറയുന്ന ക്ലിയർ സൈൻഡ് ഡേറ്റ ആണെങ്കിൽ മൾട്ടി പാർട്ട് മെസ്സേജസ് ആയിരിക്കും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. രണ്ട് പാർട്സാണ് ഈ മൾട്ടി പാർട്ട് മെസ്സേജസിൽ ഉണ്ടാവുക. ഒന്നാമത്തത് വിച്ച് contains the information related to MIME type and the second one is related to the content type of application.
മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ക്ലിയർ സൈൻഡ് ഡേറ്റ ആണെങ്കിൽ മൾട്ടി പാർട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടി പാർട്ട് മെസ്സേജസിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ക്ലിയർ സൈൻഡ് ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കണ്ടന്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഈ ക്ലിയർ സൈൻഡ് ഡേറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റിനായിരിക്കും. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള മൾട്ടി പാർട്ട് മെസ്സേജസിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ത് കണ്ടെയ്ൻ ചെയ്യും? ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു മൈം ടൈപ്പ്, വിച്ച് ടൈപ്പ് ഓഫ് മൈം യു യൂസിങ്. രണ്ടാമത്തെ എന്താണ്? ദ കണ്ടന്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ മെയിൽ വഴി സെൻഡ് ചെയ്യുന്നത്. ടെക്സ്റ്റുവൽ മെസ്സേജസ് ആണോ, ഗ്രാഫിക്കൽ മെസ്സേജസ് ആണോ, ഓഡിയോ വീഡിയോ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സബ് ടൈപ്പും കൂടി ഇതിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ക്ലിയർ സൈൻഡ് ഡേറ്റയിൽ നമ്മൾ എന്തിനാണ് എംഫസൈസ് കൊടുക്കുന്നത്? നിങ്ങളുടെ മെസ്സേജിനല്ല എംഫസൈസ് കൊടുക്കുന്നത്, നിങ്ങളുടെ സിഗ്നേച്ചറിനായിരിക്കും എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമ്മുടെ സെൻഡർ എന്ത് ചെയ്യും? സെൻഡർ എന്ന് പറയുന്ന സൈനർ അയാൾ എന്ത് ചെയ്യും? മെസ്സേജ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഷാഫ് പോലുള്ള ഫംഗ്ഷൻ അൽഗോരിതം വെച്ചിട്ട് എന്ത് ചെയ്യും? സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യും. സിഗ്നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ട് സ്വന്തം പ്രൈവറ്റ് കീയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? സൈനിനെ എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് അയക്കും. റിസീവർ ഇത് എന്ത് ചെയ്യും? റിസീവറിൻ്റെ സ്വന്തം പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് അയാളും ഒരു മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂവും സെൻഡർ അയച്ചു തരുന്ന വാല്യൂവും ടാലി ആകുന്നുണ്ടോ നോക്കും. ആകുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ എൻഷുർ ദാറ്റ് സെൻഡർ ഇസ് എ കറക്റ്റ് ജെനുവിൻ പേഴ്സൺ ഇറ്റ്സെൽഫ്, ഓതറൈസ്ഡ് പേഴ്സൺ ആണെന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓക്കെ. അപ്പം ക്ലിയർ സൈൻഡ് ഡേറ്റയും സൈൻഡ് ഡേറ്റയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻഡ് ഡേറ്റയിൽ എന്തുണ്ട്? നമ്മുടെ ഡേറ്റ എൻകോഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൈനും നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ സൈൻഡ് ഡേറ്റയിൽ നമ്മുടെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഡേറ്റ ആസ് സച്ച് തന്നെയാണ് അയക്കുന്നത്, പക്ഷേ നമ്മുടെ സിഗ്നേച്ചറിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. ഓക്കെ. അടുത്ത കണ്ടന്റ് ടൈപ്പ് രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്കിപ്പം ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും റിക്വസ്റ്റ് കറസ്പോണ്ടിംഗ്ലി കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം അതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് എന്തിനു വേണ്ടിയാണ്? സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗോയിങ് ഫോർ എ ജോബ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ഓൾ. ഓക്കെ. അപ്പം സാധാരണ ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്കൊരു ജോബ് വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ രാജ്യത്ത് നിന്നും നേടിയ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോർക്ക പോലെയുള്ള വളരെ വലിയ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി വഴി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യും. അത്തരത്തിൽ അറ്റസ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സുമായിട്ട് നിങ്ങൾ ഫോറിൻ കൺട്രീസിൽ ജോലിക്ക് പോയാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ്സിന് വാലിഡിറ്റി ഉള്ളതായിട്ട് പോലും അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. നോൺ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അവരുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവർക്കത് ജെനുവിൻ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ ഇവിടെയും ഈ പീപ്പിളെല്ലാം, ദാറ്റ് മീൻസ് വിച്ച് ഓൾ എൻറ്റൈറ്റീസ് ആർ ഇൻവോൾവ് ഇൻ ദിസ് പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഇവരെല്ലാം ജെനുവിൻ പേഴ്സൺ ആണ്. ഇവർ യൂസ് ചെയ്യുന്ന അൽഗോരിതം ജെനുവിൻ അൽഗോരിതംസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. മനസ്സിലായോ? അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പം അതിനുവേണ്ടി ഇവരെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ ബ്ലോക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷേ വേറെ എന്തൊക്കെ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? നോട്ട് ഓൺലി ദ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്ക്, ആ ബ്ലോക്ക് മാത്രമല്ല, പിന്നെ ഈ പറയുന്ന തീർച്ചയായിട്ടും നിങ്ങൾ സൈനിനെയൊക്കെ എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം അൽഗോരിതം ഉണ്ടാവും. അതിൻ്റെ ഐഡൻറ്റിഫയർ വാല്യൂ വേണം. അതുപോലെ തന്നെ ദ സിഗ്നേച്ചർ. ഓക്കെ. സെൻഡറിൽ നിന്നും സെൻഡർ തീർച്ചയായിട്ടും ഒരു സിഗ്നേച്ചറിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, സ്വന്തം പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും വേണം. അപ്പോൾ മനസ്സിലാക്കാം, ഇത്തരത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് വഴി റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 3 ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തത് ഒരു ബ്ലോക്കാണ്, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്കാണ്. ആ ബ്ലോക്കിനകത്ത് സബ് ഡീറ്റെയിൽസ് വീണ്ടും വരുന്നുണ്ട്, നമ്മൾ താഴോട്ട് പോകുമ്പോൾ പഠിക്കും. രണ്ടാമത്തത്, സിൻസ് യു ആർ ഗോയിങ് ടു എൻക്രിപ്റ്റ് യുവർ സിഗ്നേച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം, അതിൻ്റെ ഐഡൻറ്റിഫയർ വാല്യൂ വേണം. പിന്നെ സിഗ്നേച്ചർ നിങ്ങൾ എങ്ങനെയാണ് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ വെച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് വാട്ട് ഓൾ ഡീറ്റെയിൽസ് മസ്റ്റ് ബി ദ നെയിം ഓഫ് ദ സർട്ടിഫിക്കറ്റ് സബ്ജക്റ്റ്, അതായത് ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഞാനാണിപ്പം എൻ്റെ സർട്ടിഫിക്കറ്റാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ പേരാണ് ശരിക്കും സബ്ജക്റ്റായിട്ട് വരേണ്ടത്. അതായത് ആർക്ക് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെൻഡേഴ്സ് പബ്ലിക് കീ.
ഓക്കെ, അതായത് സെൻറ്ററിൻ്റെ പബ്ലിക് കീ, കാരണം സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അയാളുടെ സൈനിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം പബ്ലിക് കീ ആണ് റിസീവർ എന്ത് ചെയ്യുന്നത്, ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് കീയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടായിരിക്കും പബ്ലിക് കീയെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പബ്ലിക് കീ ഓഫ് ദ സെൻറ്ററിനെ ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് റെസിപ്പിയൻ ഇൻഫർമേഷൻ ബ്ലോക്ക്, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്കിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, സിഗ്നേച്ചറിൻ്റെ കാര്യം ഒന്നും നമ്മൾ സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് സിഗ്നേച്ചർ എല്ലാം വെരിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളതെല്ലാം തീരുമാനിക്കത്തുള്ളൂ. ഇപ്പം ഈ നോർക്ക പോലുള്ള ഏജൻസി തന്നെ എന്താ ചെയ്യുന്നത്, അവർ വെരിഫൈ ചെയ്യും നമുക്ക് കിട്ടിയ ഓരോ സെമസ്റ്ററിലെ മാർക്സും ജെനുവിൻ തന്നെയാണോ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ആയിട്ടും പല എല്ലാ രീതികളിലും അവർ വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവരത് അറ്റസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ, അല്ലേ? സർട്ടിഫിക്കറ്റ് ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആക്കി തരത്തുള്ളൂ. അപ്പം അതാ പറയുന്നത്, എല്ലാ രീതിയിലും അവർ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് സാങ്ഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പോലും അവർ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി സർട്ടിഫിക്കറ്റ് ഒൺലി മെസ്സേജ് എന്ന് പറയുന്ന കണ്ടന്റ് ടൈപ്പ് ഉണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, മെസ്സേജ് കണ്ടൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താ പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓൺലി മെസ്സേജ്. ദാറ്റ് മീൻസ് മെസ്സേജ് കണ്ടൻറ്റ് ഇല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് മെയിൽ മെസ്സേജ് അയക്കുന്നു, വാട്ട് ഈസ് ദ എക്സാക്ട് തിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു സെൻഡ് ത്രൂ മെയിൽ, വാട്ട് ഈസ് എക്സാക്ട് കണ്ടൻറ്റ് ഓഫ് മെസ്സേജ് ദാറ്റ് യു ആർ ഗോയിങ് ടു സെൻഡ് ത്രൂ മെയിൽ, അതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ സിഗ്നേച്ചറാണ് ഇവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സിഗ്നേച്ചറിൻ്റെ കാര്യം സിഗ്നേച്ചറിൻ്റെ കാര്യം നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു പർട്ടിക്കുലർ സംഭവം മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, സൈൻഡ് ഡേറ്റ മെസ്സേജ്. ദാറ്റ് മീൻസ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഉള്ളി മെസ്സേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം മാത്രം ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് സെൻഡർ ജെനുവിൻ പേഴ്സൺ ആണോ, അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലാതെ ഈ സെൻഡർ ശരിക്കും എന്ത് കണ്ടൻറ്റാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി ഇവർക്കൊരു ബോധറേഷൻ വേണ്ട. അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നോർക്കയ്ക്ക് വേണ്ടി നിങ്ങൾ നോർക്കയെ റിക്വസ്റ്റ് കൊടുക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി. നിങ്ങൾ ഏത് ജോലിക്ക് പോകുന്നു, പിന്നെ ഏത് കമ്പനിക്ക് ജോലി അപ്ലൈ ചെയ്യുന്നു, അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യം വരുന്നില്ല, അല്ലേ? നിങ്ങൾ ഏതൊക്കെ ജോലിക്ക് വേണ്ടിയാണ് ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണ് അവിടെ ജോലി ചെയ്യുന്നത്, ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും ഇവർ അറിയേണ്ട കാര്യം വരുന്നില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരു ജോലിക്ക് വേണ്ടി അറ്റസ്റ്റ് ചെയ്ത് തരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉള്ളി മെസ്സേജ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ടൈപ്പ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ശരിക്കും നിങ്ങളുടെ എന്താണ് കണ്ടൻറ്റ്, നിങ്ങളുടെ സൈൻ എന്താണ്, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. സൈനർ ഇൻഫോർമേഷൻ, നിങ്ങൾ എന്തിനു വേണ്ടി ഇത് പോകുന്നു എന്നുള്ളതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ദ ഓൺലി തിങ് ദി വോണ്ട് ടു നോ ഇസ് എന്താ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾ ജെനുവിൻ പേഴ്സൺ ആണോ, നിങ്ങളുടെ സൈൻ ജെനുവിൻ ആണോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ജെനുവിൻ ആണോ എന്നുള്ളത് മാത്രമേ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ കറക്റ്റ് പർപ്പസിന് വേണ്ടിയാണോ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ വെരിഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓൺലി മെസ്സേജ്. അപ്പം ഇത്രയുമാണ് എസ്മൈമിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇതോടെ നമ്മുടെ എസ്മൈമിൻ്റെ കൺസെപ്റ്റും തീർന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് IPsec ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 5ാമത്തെ മോഡ്യൂളിൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ PGP ഓൾറെഡി നമ്മൾ കവർ ചെയ്തു, 2ാമത്തെ എസ്മൈമും കവർ ചെയ്തു. മനസ്സിലാക്കുക, PGPയും എസ്മൈമും ഒരേപോലെ മെയിലിന് വേണ്ടി, ഓക്കെ, ഇമെയിൽ വഴി നിങ്ങൾക്ക് സെക്യൂർഡായിട്ട് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തഡോളജിയാണ് പറഞ്ഞു തരുന്നത്. PGP കമേഴ്ഷ്യൽ പർപ്പസിനൊന്നും അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ അതേസമയം എസ്മൈം കുറേ കൂടെ കമേഴ്ഷ്യൽ പർപ്പസായിട്ട് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എസ്മൈം യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു ഹയർ ഡിഗ്രി ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് എസ്മൈം വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ.